നമസ്കാരം. കേരളത്തിലിപ്പോൾ ഒരു താത്രിക്കുട്ടി, കുറിയേടത്ത് താത്രിക്കുട്ടി കൾട്ട് അത് പ്രസരിക്കുകയാണ്. ഒരു ഹണി ട്രാപ്പ് കൾട്ട്. കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് തെളിഞ്ഞു വരുന്ന സമയത്ത്, എല്ലാം മറനീക്കി പുറത്തു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം അതൊരു ചതിയാണെന്നാണ്. കൊടും ചതിയാണത്. ഏതായാലും ഇവരുടെ കേസൊക്കെ തുമ്പും വാലുമില്ലാതെ, വാലും തുമ്പുമില്ലാതെ കേസുകളെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. കുറച്ച് സമയം പിടിക്കുന്നു മാത്രം. ഒരു പുതിയ തലമുറ, പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത്, ഭരണതലത്തിൽ എല്ലായിടത്തും ഒരു പുതിയ തലമുറ, ജൻസി, അത് തിരിച്ചു വന്നേ മതിയാകൂ. തിരിച്ചു വരും. അത് കുതിച്ചുയരും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട്. എതിർക്കാലം അഥവാ ഭാവി കാലം അതിന് സാക്ഷിയാകും, ഒരു സംശയവുമില്ല. നമസ്കാരം. പെൺകുട്ടികൾ നടത്തുന്ന ഹണി ട്രാപ്പ് പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷങ്ങളിലും വന്ന് ആകർഷിച്ച് വശപ്പെടുത്തുക, ശേഷം അവനിൽ നിന്ന് ഊറ്റിയെടുക്കാവുന്നത് മുഴുവൻ അവനെ തന്നെ പിഴിഞ്ഞ് ഊറ്റിയെടുക്കുക. അതിനുശേഷം സ്വയം ഇരയായിട്ട് മാറുക, അതിജീവിതയായിട്ട് മാറുക. ഈ ഒരു പ്രവണത ഇപ്പോൾ കേരളത്തിലൊരു സ്ഥിരം പരിപാടിയായിട്ട് നടക്കുകയാണ്. മാസങ്ങളോളം, പലപ്പോഴും 2-3 വർഷങ്ങളോളം ഉഭയസമ്മതിയോട് കൂടിയിട്ട് സർവസുഖങ്ങളും ആസ്വദിക്കുക. ശേഷം പെൺവിഭാഗം സത്യവതി, അതുപോലെ തന്നെ സീതാ സത്യവതിമാരായിട്ട് ചമയുക, പതിവ്രതകളായിട്ട് ചമയുക, പുണ്യവതികളായിട്ട് ചമയുക, വിശുദ്ധകളായിട്ട് ചമയുക. ഉൾപ്പെട്ടിട്ടുള്ള ആൺകുട്ടികളെ നരകാന്ധകാരത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുക. അതിലൂടെ ഉണ്ടാകുന്ന കുപ്രസിദ്ധിയായിട്ടുള്ള പ്രസിദ്ധി, ആ കുപ്രസിദ്ധിയെ പ്രസിദ്ധിയായിട്ട് കണക്കാക്കി അർമാദിക്കുക, അഹങ്കരിക്കുക. ഇത് ചെയ്യുന്നൊരു വൈകൃത മനസ്ഥിതി കേരളത്തിലെ പെൺകുട്ടികളിൽ പടർന്നു പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കളിതമാശയല്ല, മറിച്ച് ഇതൊരു കൊല്ലാക്കൊലയാണ്. ഇതിലെ രക്തസാക്ഷികൾ ആണുങ്ങൾ മാത്രമാണ്, ആൺകുട്ടികൾ മാത്രമാണ്. പണ്ടുണ്ടായിരുന്ന പ്രേമങ്ങൾക്കും പ്രണയങ്ങൾക്കും അതിൽ മുന്തി നിന്നിരുന്ന ഭാവം ഒരു മൃദുലതയായിരുന്നു. കാരണം അതിനകത്ത് ആർജവമുണ്ടായിരുന്നു. അന്നതിന് ഒരു പാലയവനച്ചോല എന്ന് പറയും, മരുഭൂമിയിലെ കുളിരരുവി, അതിൻ്റേതായിട്ടുള്ളൊരു മഹനീയതയുണ്ടായിരുന്നു. ഇന്നാകട്ടെ എല്ലാ പ്രണയവും എത്തിച്ചേരുന്നത് നരകാഗ്നിയിലേക്കാണ്. പ്രണയങ്ങൾക്കെല്ലാം പ്രഹസന ഭാവങ്ങളാണുള്ളത്. ആർദ്രതയില്ലാത്ത, ഐശ്വര്യമില്ലാത്ത, സുഖശീതളിമയില്ലാത്ത പ്രാകൃത പ്രണയങ്ങൾ. എന്തൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ പ്രാപിക്കാൻ വേണ്ടി കാണിക്കുന്ന ചില പ്രഹസനങ്ങൾ, നാടകങ്ങൾ. ഈ കഥകൾക്ക്, പ്രണയത്തിൻ്റെയും ചതിയുടെയും കഥകൾക്ക് മനുഷ്യവംശത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ സ്ഥാനമുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഐതിഹ്യത്തിൽ കാണാം, ഇന്ദ്രന് വേണ്ടിയിട്ട് വിശ്വാമിത്രൻ തപസ്സാരംഭിച്ചു. ആരെങ്കിലും തപസ്സാരംഭിച്ച ഉടനെ ഇന്ദ്രൻ അവിടെ മറ്റേ ഇളക്കം തുടങ്ങും. അയാളുടെ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് മേനക എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ വേശ്യകൾ, അപ്സരസ് എന്നാണ് പറയുക, സ്വർഗത്തിലെ വേശ്യകൾ. നമ്മൾ മുസ്ലിങ്ങളെ ഹൂറിമാരെന്ന് പറഞ്ഞ് കളിയാക്കും. അതുപോലെ 100 ഹൂറിയൽ, ആയിരക്കണക്കിന് ഹൂറിമാരാണ്, അപ്സരസുകളാണ്. അതിൽ അവരുടെ നേതാക്കന്മാരാണ് 4 പേര്.
ഉർവശി, മേനക ആൻഡ് രംഭ ആൻഡ് തിലോത്തമ. ഉർവശി അറിയാലോ, മേനക അറിയാലോ, രംഭ അവരിപ്പോൾ തെലുങ്ക് നാട്ടിലാണ്. ഉർവശി, മേനക എവിടെയുണ്ട്? ദേവി അവരൊന്നും അല്ല കേട്ടോ, അവരാ പേരെടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉർവശി, മേനക, രംഭ, തിലോത്തമമാരുടെ പിന്നണി അങ്ങനെ 1000 പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പം മുസ്ലിങ്ങളെ കളിയാക്കുന്നവർ തിരിച്ചവർക്ക് കളിയാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അവരാരും അത് ചെയ്യില്ല. ഒരിക്കൽ പോലും മറ്റുള്ളൊരു സമുദായത്തെ, മറ്റൊരു മതത്തെ അവർ കളിയാക്കാറില്ല. അത് പോട്ടെ. അപ്പോൾ ഇന്ദ്രന് വേണ്ടിയിട്ട് മേനക ചെയ്തതും അതാണ്. മേനക അടഞ്ഞ വസ്ത്രങ്ങളും നനുത്ത വസ്ത്രങ്ങളുമായിട്ട് വിശ്വാമിത്രൻ്റെ മുമ്പിൽ വന്ന് ഡാൻസ് ആടാൻ തുടങ്ങി. ആ സമയത്ത് ഇന്ദ്രനൊരു കാറ്റായിട്ട് വന്ന് അവളുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളെ മുഴുവൻ പറത്തിക്കളഞ്ഞു. ബാക്കിയുള്ള ഡാൻസ് അപ്രകാരം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വിശ്വാമിത്രൻ സർവസംഘപരിത്യാഗിയായിട്ടുള്ള സന്യാസിയാണ് എങ്കിലും പുരുഷനാണെങ്കിൽ പുരുഷത്വമുണ്ടാകും, അവന് വിചാരങ്ങളുണ്ടാകും. പക്ഷെ അവൻ്റെ നിലയും വിലയും മറക്കാറില്ല. അതുകൊണ്ട് തന്നെ അവൻ അടക്കി ഒതുക്കി വെക്കാറുണ്ട്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാം പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ചു പെണ്ണിന് ഗർഭമുണ്ടായ ആ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഏതായാലും അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ ഹണി ട്രാപ്പ്. മഹാകവി കാളിദാസനെ കുടുക്കിയത് ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് കുടുക്കിയത്. കുടുക്കൽ മാത്രം അദ്ദേഹത്തെ കൊന്നു. കാമിനി, അദ്ദേഹത്തിൻ്റെ കാമിനി എന്ന് തന്നെയായിരുന്നു പേരെന്നും തോന്നുന്നുണ്ട്. ശ്രീലങ്കയിലെ കുമാരദാസൻ എന്ന മഹാരാജാവിൻ്റെ അന്തഃപുരത്തിലെ ഒരു വേശ്യാസ്ത്രീ, അതായിരുന്നു കാമിനി. അപ്പം അവിടെയും കാളിദാസന് വലിയ കവിയാണ്, ലോകപ്രശസ്തനാണെന്ന്. എവിടെ ചെന്നാലും ആദരവുണ്ട്, വേണ്ടത്ര വിൽക്കാശ് കിട്ടും, ധനം കിട്ടും. പുറകിൽ കൂടി ഹണി ട്രാപ്പ്, അവസാനം കൊന്നു. ക്ലിയോപാട്രയുടെ വേട്ടയാടലുകൾ പ്രശസ്തമാണല്ലോ. അത് തകർന്നു വീണ സാധാരണക്കാരല്ല, റോം ചക്രവർത്തിമാർ, ജൂലിയസ് സീസർ, അതിനുശേഷം മാർക്ക് ആൻ്റണി, അവർക്ക് അതിന് മുമ്പിലൊന്ന് മുട്ടുകുത്തി നിന്നവരല്ലേ. അതിപ്രശസ്തമായിട്ടുള്ള രമണൻ എന്ന മഹാകാവ്യം എടുത്തു നോക്കുക, ചങ്ങമ്പുഴയുടെ കാവ്യം. അതിതുപോലൊരു ട്രാജഡിയാണ് ഡിസാസ്റ്റർ, ദുരന്തം. ആ ദുരന്തത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതിലും ബലിയാടായത്, കെട്ടിത്തൂങ്ങി മരിക്കേണ്ടി വന്നത് ചങ്ങമ്പുഴയേക്കാൾ വലിയ കവിയാണെന്നാണ് പറഞ്ഞത്, എടപ്പള്ളി രാഘവൻപിള്ള. അദ്ദേഹം തൂങ്ങി മരിച്ചു. പെൺചതിയുടെ കഥകൾ അവസാനിക്കുന്നില്ല. MT വാസുദേവന്മാർ പറഞ്ഞ പോലെ അവൾ ചിരിച്ചുകൊണ്ട് കരയും. അത് സത്യമാണ്. പ്രത്യേകിച്ചും അധുനാതന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ ചതി നടത്തിയത് കുറിയേടത്ത് താത്രിക്കുട്ടിയായിരുന്നു. 100 വർഷമേ ആയിട്ടുള്ളൂ. 64 പേരാണ്, അത് അതിപ്രശസ്തരായിട്ടുള്ള ആളുകളാണ്, താത്രിക്കുട്ടിയുടെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയത്. അവളുടെ കാമാഗ്നിയിൽ വീണ് അവർ പിന്നെ ജീവിച്ചത്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന അവസരമാണ് പിന്നെ ജീവിച്ചിരുന്നത്. എങ്കിലും അതിൽപ്പെട്ട പലരെയും, ഉദാഹരണത്തിന് കാവുങ്കൽ ശങ്കരപ്പണിക്കർ എന്ന കഥകളി നടൻ, ഇന്നത്തെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ പോലെ അന്നത്തെ സൂപ്പർ മെഗാസ്റ്റാർ കാവുങ്കൽ ശങ്കരപ്പണിക്കർ. അതുപോലെ മറ്റൊരാൾ VK നാരായണ ഭട്ടതിരിപ്പാട്, വലിയ ശാസ്ത്ര പണ്ഡിതൻ, വേദപണ്ഡിതൻ. അവരെ എല്ലാവരെയും ഭ്രഷ്ട് കൽപ്പിച്ചെങ്കിലും പിന്നീട് അവരെ എല്ലാവരെയും സമൂഹം ഏറ്റെടുത്തു, അവരെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്തിനേറെ, കാവുങ്കൽ ശങ്കരപ്പണിക്കർക്ക് ഭ്രഷ്ട് കളിക്കുമ്പോൾ അവസാനം തുല്യം ചാത്തേണ്ടത് തമ്പുരാനാ. ആ തമ്പുരാൻ്റെ പിൻഗാമികളുടെ മുമ്പിൽ തന്നെ കാവുങ്കൽ ശങ്കരപ്പണിക്കർ അദ്ദേഹത്തിൻ്റെ കഥകളി വൈഭവം കാണിച്ചു. ഏതായാലും അവിടെ ശിക്ഷ വിധിച്ചത് യഥാർത്ഥത്തിലുള്ള തെറ്റുകാരിക്കായിരുന്നു. ഹണി ട്രാപ്പ് നടത്തുന്ന വഞ്ചകിയായിട്ടുള്ള ചതിയൊരുക്കുന്ന, ഹണി ട്രാപ്പ് ഒരുക്കുന്ന താത്രിക്കുട്ടിയെയാണ് പടിയടച്ച് പിണ്ടം വെച്ച് വിട്ടത്. പറഞ്ഞു വിട്ടു, എവിടേക്കോ പറഞ്ഞു വിട്ടു. അതോടുകൂടി താത്രിക്കുട്ടി എന്നേക്കുമായിട്ട് സമൂഹത്തിൽ നിന്ന് മാഞ്ഞുപോയി. എന്നാൽ ഇന്നത്തെ കാലത്തിൽ താത്രിക്കുട്ടികളൊക്കെ ഭാഗ്യവതികളാണ്.
എത്ര വലിയ കൊടും ചതികൾ നടത്തിയാലും അവൾക്ക് ശിക്ഷയില്ല. അവൾ പിന്നെ ഇരയാണവൾ. അവൾ പിന്നെ അതിജീവതയാണ്. എല്ലാവരും ആലോലമാട്ടും, അവളെ തൊട്ടിലിരുത്തി ആട്ടും, പാട്ടുപാടി ഉറക്കും. ദാറ്റ് മീൻസ് പെണ്ണിന് ശിക്ഷയില്ല. പെണ്ണ് ഇരയാക്കപ്പെടുന്നു, അതിജീവിതയാക്കപ്പെടുന്നു. ആയതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് അതിജീവിതകൾ ഈ കേരളത്തിൽ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അധികാരം, അതല്ലെങ്കിൽ പേരും പെരുമയും, അതല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ധനം, ഇതെല്ലാമുള്ള ചെറുപ്പക്കാരെ തെരഞ്ഞു പിടിച്ച് വശീകരിക്കാൻ, വരുതിയിലാക്കാൻ, ദാറ്റ് മീൻസ് നല്ല പുളിങ്കമ്പ് നോക്കി പിടിച്ചു കയറാൻ പെണ്ണുങ്ങൾ വരും. ശേഷം അടിപൊളി അനൗദ്യോഗിക ഹണിമൂൺ, ശേഷം ഗർഭം സ്വാഭാവികം, അതിനുശേഷം അബോർഷൻ, പിന്നെ ഇര, പിന്നെ അതിജീവിത, പിന്നെ പ്രസിദ്ധി, കുപ്രസിദ്ധി എന്ന പ്രസിദ്ധി. ഇതിനെല്ലാവിധ പിന്തുണയും കൊടുക്കാൻ മാതാപിതാക്കളും കുടുംബവും തയ്യാറാവുന്നു. ഒട്ടും ചെലവില്ലാതെ, സ്ത്രീധനങ്ങൾ എന്ന പ്രശ്നങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ കെട്ടിക്കിടക്കുന്ന ചരക്ക് പോയി കിട്ടുമല്ലോ. ഇത്തരം അഴിഞ്ഞാട്ടക്കാരികൾക്ക് വലുതായിട്ടുള്ള പൂർവ്വ ചരിത്രവും കാണും. അപ്പോൾ പിന്നെ യഥാവധി കൺവെൻഷനായിട്ടുള്ള ഒരു വിവാഹം അങ്ങനെ ഒരുത്തൻ്റെ ഒപ്പം പോകാൻ പറ്റില്ലല്ലോ, വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ ചിലവാകാൻ എന്താ മാർഗമുള്ളത്? അങ്ങോട്ട് അഴിച്ചു വിടുക, അതന്നെ. അങ്ങനെ അഴിച്ചുവിട്ട കാളകൾ ഒക്കെ ആയിട്ട് നടക്കുന്ന പോലെ, അഴിച്ചുവിട്ട ഗോക്കളായിട്ട് നടക്കുമ്പോൾ ആരും ചെന്ന് കയറും. ഇത്തരക്കാര്യങ്ങളെ തിരിച്ചറിയാൻ ആയില്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഗതി അതോ ഗതിയായിട്ട് തീരും. സ്വാഭാവികം. ഏതൊരു ബന്ധവും തുടങ്ങുന്ന, ഇപ്പോഴത്തെ കാലത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഹലോ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ മേൽപ്പടി സാധനങ്ങൾ കുടുംബക്കാരാൽ നാട്ടുകാരാൽ അഴിച്ചുവിടപ്പെട്ട ഇത്തരം സാധനങ്ങൾ ആ ഹലോ മുതൽക്ക് അവർ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. പാവം മണ്ടൻ കാമുകന്മാർ അപ്പോഴേക്കും അവൾ ഒരുക്കുന്ന ഹണി കൂട് കെണിയിൽപ്പെട്ട് സ്വപ്നലോകത്തിലായിരിക്കും, സ്വർഗം തീർക്കുന്ന തിരക്കിലായിരിക്കും. ദിവസം 10 പ്രാവശ്യം ഹലോ എന്നും വിളിച്ച് ആ ലോകത്തായിരിക്കും. ശേഷം എപ്പോഴെങ്കിലും തൻ്റെ ആശയ അഭിലാഷങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ, ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ എന്തെങ്കിലും വിഘാതം വന്നാൽ, ഈ സംഭരിച്ചു വെച്ച് വോയിസ് റെക്കോർഡുകൾ മുഴുവൻ അവൾ പുറത്തേക്ക് എടുക്കും. അത് പിന്നെ ഒരു AK-47 തോക്ക, അതല്ലെങ്കിൽ അതൊരു ബോംബാണ്, അതിൻ്റെ തലയിൽ കൊണ്ടിടുകയും ചെയ്യും. ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. എന്തിനാണ് ഇവളുമാർ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? തമ്മിൽ ഇഷ്ടപ്പെടുന്നു, നല്ല കാര്യം. വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു, നല്ല കാര്യം. അതിനു മുമ്പ് ഒരു പ്രീ മാരേജ് ലൈഫ്, അതിപ്പോൾ നടമാടുന്ന കാര്യം. അതോടൊപ്പം ചിലപ്പോൾ പ്രീ മാരിറ്റൽ സെക്സ്, അതും നടമാടുന്ന കാര്യം. എല്ലാം ഉഭയസമ്മതപ്രകാരം. എവിടെയും പീഡനമില്ല എന്നറിയുക. അതുകൊണ്ടാണല്ലോ ഇത്തരക്കാരിൽ വീണ്ടും ഇത്തരം മണ്ടന്മാരായിട്ടുള്ള കാമുകന്മാർ വീണ്ടും ഇത്തരം മണ്ടന്മാരായിട്ടുള്ള കാമുകന്മാർക്ക് മുമ്പിൽ വീണ്ടും അവൾ സന്തോഷത്തോടെ പൂർണ്ണ സമ്മതത്തോടെ വഴങ്ങിക്കൊടുക്കുന്നത്. എന്നിട്ട് അവസാനത്തെ ലാപ്പിൽ പീഡനാദി കഥകൾ പുറത്തു വരുന്നു. ഇത് നേരത്തെ ആസൂത്രിതമാക്കി ചെയ്തു വെച്ചതുകൊണ്ടാണ് ആദ്യത്തെ ഹലോ വിളി മുതൽക്ക് ഡേറ്റും ടൈമും എല്ലാം അവൾ കുറിച്ച് വയ്ക്കുന്നത്, രേഖകളാക്കി വയ്ക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ പിടിക്കേണ്ടി വരികയാണെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ ഒരു പീഡനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബലാത്കാരത്തിൻ്റെയോ ബലാത്സംഗത്തിൻ്റെയോ ഒരംശം പോലും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കെ പക്ഷത്തിൽ ഭേദം കാണിച്ച് അതിലൊരാളെ ഇരയാക്കുന്നു, മറ്റൊരാളെ വേട്ടക്കാരനാക്കുന്നു.
എടുത്തു പറഞ്ഞാൽ പെൺവിഭാഗത്തെ ഇരകളാക്കുന്നു, ആൺവിഭാഗങ്ങളെ വേട്ടക്കാരാക്കി മാറ്റുന്നു. എല്ലാം ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ്. എവിടെയെങ്കിലും ഒരു പെൺകുട്ടി എവിടെ ചെന്ന് പറയാം, അതെ അയാൾ എന്നെ ഇന്ന ലോഡ്ജിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ കാര്യകാരണങ്ങൾ എങ്ങനെ സംഭവിച്ചു, അതിൽ അവളുടെ പങ്കെന്ത് അവൻ്റെ പങ്കെന്ത് അന്വേഷിക്കുക, ഉടനെ തന്നെ അവരെ പിടിക്കും, അവനെ ജയിലിലേക്ക് അടക്കി. അതാണ് മുൻവിധിയോട് കൂടിയിട്ടെന്ന് പറയുന്നത്. കോടതിയെയും നിയമ സംവിധാനത്തെയും ഒന്നും ചോദ്യം ചെയ്യാൻ നമുക്കാവില്ല. എന്നാൽ ചില സംശയങ്ങൾ ഉന്നയിക്കാമല്ലോ. ഇങ്ങനെ ചെയ്യുന്നത് ന്യായമാണോ? എൻ്റെ സംശയമാണ്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എൻ്റെ സംശയമാണ്. ഇപ്പോൾ സുപ്രീം കോടതി മേൽ പറഞ്ഞതിന് സമാനമായൊരു കേസിൽ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയണം. ആ ചോദ്യം ഇതാണ്: പ്രമുഖ IT വ്യവസായി വേണു ഗോപാലകൃഷ്ണനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതി, ഇതേപോലത്തെ ഒരു പരാതി, ആ പരാതിയിൽ സംശയദൃഷ്ടിയോടെയുള്ള നിരീക്ഷണങ്ങൾ, നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ചോദിക്കുകയും ചെയ്തു, ഇത് ഉഭയസമ്മതപ്രകാരം നടന്നിട്ടുള്ളതാണോ അതോ കെട്ടിച്ചമച്ചതാണോ? ഇതിൽ ബലാത്സംഗ കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. പിന്നീട് എന്തുകൊണ്ട് ഇതിനെ ബലാത്കാരമെന്നും പീഡനമെന്നും പറയുന്നു? ഇവ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. പരാതി നൽകാൻ 1 വർഷത്തോളം വൈകി. എന്താണ് അതിന് കാരണം? അതിനും ആരാഞ്ഞിരിക്കുകയാണ് കോടതി. ഒന്നുകിൽ പരാതി ഉഭയസമ്മതത്തോടു കൂടിയിട്ടുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാകാം എന്ന ശക്തമായിട്ടുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. അത് തന്നെയല്ലേ ഹൈക്കോടതിയിൽ എല്ലായിടത്തും വരിക. ജസ്റ്റിസ് BV നാഗരത്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വേണുഗോപാലകൃഷ്ണൻ്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയാണ് അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായിട്ട് രംഗത്തെത്തിയത്. എന്നാൽ ഈ യുവതി വ്യവസായി നൽകിയ ഹണി ട്രാപ്പ് പരാതിയിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയാണെന്ന് വേണുഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായിട്ടുള്ള സീനിയർ അഭിഭാഷകരായിട്ടുള്ള മുകുൾ റോത്തഗി, രാഗേന്ദ്ര ബസന്തർ എന്നിവർ കോടതിയിൽ അറിയിച്ചു. ഇവിടെ തൊഴിലതാണെന്ന് അർത്ഥം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരാതി നൽകാനെടുത്ത 1 വർഷത്തെ കാലതാമസം എന്തുകൊണ്ടാണെന്ന് ജസ്റ്റിസ് BV നാഗരത്ന ബെഞ്ച് പരാതിക്കാരിയോട് ആരാഞ്ഞത്. വേണുഗോപാലകൃഷ്ണന് വേണ്ടി അഭിഭാഷകൻ തോമസ് ആനക്കല്ലെങ്കിലും ഹാജരായിട്ടുണ്ടായിരുന്നു. വേണുഗോപാലകൃഷ്ണൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ജസ്റ്റിസ് BV നാഗരത്ന, KV വിശ്വനാഥൻ എന്നിവരടഞ്ഞ ബെഞ്ച്, ഇതേ സുപ്രീം കോടതിയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ, കേസ് മധ്യസ്ഥ ചർച്ചകളിലൂടെ തീർക്കുകയല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു ചീള് കേസാണെന്ന് അർത്ഥം. ഇത് പലയിടത്തും ഇപ്പോൾ നടക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ തന്നെ മീഡിയേഷൻ സെൻറ്ററിന് മുമ്പായി ഹാജരാവാനാണ് വേണുഗോപാലകൃഷ്ണനോടും പരാതിക്കാരിയോടും കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ജനുവരി 7 നേരിട്ടോ വീഡിയോ കോൺഫറൻസിലൂടെയോ ആണ് ഇരുവരും ഹാജരാകേണ്ടത്. മീഡിയേറ്ററുടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ വേണുഗോപാലകൃഷ്ണന് അനുവദിച്ച ഇടക്കാല ജാമ്യം തുടരും എന്നും കോടതി വ്യക്തമാക്കി. ജാമ്യം കൊടുത്തിട്ടുണ്ട്, അത് തുടരുമെന്ന് വ്യക്തമാക്കി. പരാതിക്കാരിക്ക് വേണ്ടിയിട്ട് അഭിഭാഷകൻ MF ഫിലിപ്പ്, സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ, രാജൻ, ശങ്കർ എന്നിവരാണ് ഹാജരായത്. നോക്കുക, എല്ലാവരും ചോദിക്കാൻ ഇഷ്ടപ്പെട്ട മഹത്തായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. നമ്മളൊക്കെ എന്താ ചോദിക്കുക? ഇത്രയും കാലം എവിടെയായിരുന്നടി? ഇയാൾ നിന്നെ കയറി പിടിച്ചൊന്നും ഗർഭം ഉണ്ടാക്കിയെന്നും വയറ് വീർപ്പിച്ചൊന്നും നീ അലപ്പിച്ചെന്നും പറഞ്ഞത് 2 കൊല്ലം മുമ്പല്ലേ? ഇപ്പോഴാണോ ഓടി കയറി വരിക? ആരാടി ഇതിൻ്റെ പിന്നിൽ? പക്ഷേ സുപ്രീം കോടതി അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അവർ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടല്ലേ ചോദിക്കുള്ളൂ. എന്നാലും അവരുടെ ചോദ്യത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം സുപ്രീം കോടതിയാണ്. ഇത് കെട്ടിച്ചമച്ചതാണോ? സുപ്രീം കോടതിയാണ് ചോദിക്കുന്നത്, ഞാനോ അല്ലെങ്കിൽ നിങ്ങളല്ല ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എല്ലാവരുടെയും തൊണ്ടയിൽ കുരുങ്ങിക്കെടുക്കുന്നൊരു ചോദ്യം, ഏകദേശം അതുതന്നെയാണ് സുപ്രീം കോടതി ചോദിച്ചത്. സ്വതന്ത്രയായിട്ടൊരു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടിയല്ല, 6, 7, 8, 10 വയസ്സുള്ള പെൺകുട്ടിയല്ല,
25, 26, 30, 32 വയസ്സിൽ കല്യാണം കഴിച്ച് അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെയാണ് ഈ രംഗത്ത് വരുന്നത്. സ്വതന്ത്രയായിട്ടുള്ള പെൺകുട്ടി 20, 22, 25, 27 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് ഒരാൾക്ക് ഒന്നിലേറെ തവണ പീഡിപ്പിക്കാൻ കഴിയുക? ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ് കേട്ടോ. കയ്യും കാലും കൂട്ടിക്കെട്ടി വായിൽ തുണിയും കുത്തി തിരികെ സിനിമയിലേക്ക് കണ്ടില്ലേ ബാലനായാലും TG രവിയേട്ടനൊക്കെയും ചെയ്യുന്നത്. അതുപോലെ തുണി കുത്തിപ്പൊക്കി ഏതെങ്കിലും ഗോഡൗണിൽ കൊണ്ട് കിളർത്തിയിട്ടാണെങ്കിൽ പീഡനം 1, 2, 3, 10, 26 പറ്റും, അല്ലെങ്കിൽ ചാവുന്നവരെ പറ്റും. ഇത് സ്വതന്ത്രയായിട്ട് കിടന്ന് നടക്കുന്ന ഒരു പെൺകുട്ടി വൈകുന്നേരം വീട്ടിൽ പോകുന്നുണ്ടാകാം. ആ പെൺകുട്ടിയെ ഒരുത്തൻ ഒരു തോണ്ടിക്കുടി വെച്ചാൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുക. ചിലപ്പോൾ അവരുടെ ചവിടത്തിൽ 2 വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് പറയും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും. ഇപ്പോൾ നമ്മുടെ ഋഷിരാജ് സിംഗ് വന്നതിന് ശേഷം ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പാടില്ല. ചിലപ്പോൾ അവളുടെ മുഖത്ത് വല്ല കരി ഉണ്ടാവും, അതൊന്ന് പറയാൻ ചേട്ടാവും നോക്കിയിട്ടുണ്ടാവുക. മുഖത്തേക്ക് നോക്കി അപ്പോഴേ അവൾ പോലീസ് സ്റ്റേഷനിൽ 7 സെക്കൻഡ് നോക്കാൻ പാടില്ലാണ് ഋഷിരാജ് സിംഗ് പറയുന്നത്, മീശയും പിടിച്ചുകൊണ്ട് പറയുന്നത്. അങ്ങനെ നിയമമാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സമയത്ത് പോലീസുകാർ ചെന്ന് പറയും അയാൾ എൻ്റെ മുഖത്തിൽ തുറപ്പിച്ച് നോക്കി, അതും കേസാണ്. എന്തുകൊണ്ടത് ചെയ്തില്ല? പീഡനങ്ങളുടെ ഒരു പരമ്പര അവൾ പറയുന്നുണ്ടല്ലോ. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന് പീഡനത്തിൻ്റെ അല്ലെങ്കിൽ ബലാത്സംഗത്തിൻ്റെ ഒരു അംശം പോലും ഈ വക കേസുകളിലില്ല. ഇവിടെ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഒരു സൂചി, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സൂചിയിൽ ആർക്കെങ്കിലും നൂല് കോർക്കാൻ പറ്റുമോ? കാര്യം മനസ്സിലായല്ലോ. ആടിക്കൊണ്ടിരിക്കുന്ന കാര്യം വിശദീകരിക്കുന്നില്ല. ഇനി രാഹുൽ ഈശ്വരൻ്റെ കാര്യം ഇത്രയും പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ ഈ കാസ് അത് ഇവിടെ കഴിഞ്ഞാൽ അപ്പുറത്ത് വന്നത് തീരും. ഇപ്പോൾ ഈ ഇലക്ഷൻ കാരണം കൊണ്ടൊന്നും അത് ഒരക്കുകയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്ക് ഇയാളെ പിടിക്കാൻ, അവനിപ്പോൾ പിടിക്കും, ഇപ്പോൾ പിടിക്കും. അതിനുള്ള ശേഷിയൊക്കെ കേരള പോലീസിനുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരാൾക്ക് മുങ്ങി നടക്കാൻ പറ്റില്ല. അത്രയും വലിയ ഒരു സിസ്റ്റമാണുള്ളത്, പ്രത്യേകിച്ചും കേരള പോലീസിന്. ആയതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, അവൻ ചാടി നടക്കട്ടെ, കോൺഗ്രസ്സുകാർ ഇളിഞ്ഞു നടക്കട്ടെ. ഇലക്ഷൻ വരുന്നത് വരെ കോൺഗ്രസിൻ്റെ മുഖത്തുള്ള കരി തേഞ്ഞു മാഞ്ഞു പോകാൻ പാടില്ല. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ കേസൊക്കെ തീരും. ആരും തുമ്പില്ലാത്ത കേസൊക്കെ എവിടെ എത്തും? ഏറി വന്ന ഹൈക്കോടതിയിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ എല്ലാവരും കൂടി പറയും, എല്ലാവരും കൂടി നിരന്ന് നിൽക്കാൻ പറയും, പ്രതികളോടും വാദികളോടും നിരന്നിട്ട് പറയും കടക്ക് പുറത്തെന്ന് പറയാം. അതല്ല, അത്രേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതൊന്നും മഹത്തായിട്ടുള്ള 26 പേരെ ഒരുമിച്ച് കൊന്ന കേസൊന്നും അല്ലല്ലോ. ഏതാ മറ്റേ ഇപ്പോൾ പുതിയ കളങ്കാവൽ സിനിമ വന്നിട്ടുണ്ട്, മമ്മൂക്കയുടെ സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ. അദ്ദേഹം പറഞ്ഞ പോലെ സൈനൈഡ് മോഹൻ 26 പേരെ കൊന്നു. അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു പെണ്ണ് ഇങ്ങനെ വിളിച്ചു, ഇവനും ഇങ്ങനെ വിളിച്ചു, അത്രയുണ്ടായില്ലോ. അവളിവിടെ കൊട്ടി, ഇവനിവിടെ കൊട്ടി, അവളിവിടെ കൊട്ടി, ഇവനിവിടെ കൊട്ടി, ഇടം തലയ്ക്കും വലം തലയ്ക്കും കൊട്ടി. അവസാനം എന്തായി? ഇതൊക്കെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇതോ ഇവിടെ ഇപ്പം കൊച്ചു പെൺകുട്ടികളെ, 6 വയസ്സുള്ള പെൺകുട്ടികളെ 60 വയസ്സുള്ള മുതുക്കൻ, ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ച കാര്യം ആർക്കും സംഭവിക്കും. സത്യം പറയട്ടെ, തുറന്നു പറയട്ടെ, എനിക്കും സംഭവിക്കും. ഒരു പെണ്ണ് മേനക വന്ന് നിൽക്കണ പോലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവളുടെ മുമ്പിൽ കണ്ണടിച്ചിരുന്ന് ശംഭോ മഹാദേവ എന്ന് പറയത്തക്ക വിധത്തിൽ ആണത്വമില്ലാത്തവനല്ല ഈ ഞാനും. നമ്മളും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്, മനുഷ്യ സ്വരൂപത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സംഭവിക്കും. ആയതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സംഭവമായിട്ട് സുപ്രീം കോടതിയിൽ നിന്നും അവിടെ നിന്നും ഒന്നും സംഭവിക്കാൻ പാടില്ല. ദെൻ ഹി വിൽ കം ഔട്ട്. പുറത്തു വരും അവൻ, സുനാമി പോലെ കുതിച്ചുയരും അവർ. ഇനി നമ്മളുടെ രാഹുൽ ഈശ്വറിൻ്റെ കാര്യം, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് എനിക്ക് എതിർപ്പുണ്ട്. അദ്ദേഹത്തിന് ഫോൺ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഒരു ഊണ് കടുമാങ്ങക്കറി കൂട്ടിയിട്ടുള്ള ഊന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതവിടെ തയ്യാറാക്കും. പറയുന്ന കാര്യം പറയും. ആ അങ്ങയുടെ ഭാര്യ, ആ കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നത്, ദീപയുടെ തലയിൽ വലിയൊരു കല്ലുകൊണ്ട് ഞാൻ ഇടിച്ചിട്ടുണ്ട് നാള്. കാരണം പണ്ട് ഒരു സ്വാമിയെ കളിയാക്കിയതിൻ്റെ പേര്. അതൊക്കെ നടക്കും. പക്ഷേ സത്യങ്ങളാണല്ലോ. പലപ്പോഴും രാഹുൽ ഈശ്വറിൻ്റെ വ്യക്തിപരമായിട്ട്
അദ്ദേഹം ഇവിടെ വന്ന് ഈ വല്ലാതെ ഈ ചിലയ്ക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ 30 സെക്കൻഡ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനിടയ്ക്ക് നമുക്ക് എതിർപ്പുണ്ട്. പക്ഷേ യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാദപി. കൊച്ചൊരു പയ്യനാണെങ്കിലും യുക്തിയോടുകൂടി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ സ്വീകരിച്ചേ മതിയാകൂ. ഒരിക്കൽ ഇപ്പോൾ അവതാര രംഗത്തില്ലാത്ത അവതാരകനല്ലാത്ത ഒരു പ്രശസ്ത TV ചാനലിൻ്റെ അദ്ദേഹം സ്ഥാപിച്ചതൊക്കെ അദ്ദേഹം ഇത് ഒഴിഞ്ഞുപോയി. ഇപ്പം അദ്ദേഹം രാഷ്ട്രീയത്തിലാണ് കണ്ണൂർ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഈ രാഹുൽ ഈശ്വറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, റാമേ അതെ ഒറ്റ സെൻറ്റൻസോട് ഞാൻ മറുപടി പറയാം, കൂടുതൽ ചോദിക്കരുത്. ഇല്ല, സർക്കസിനകത്ത് ട്രപ്പീസ് കളിക്കാരും ഭാരോദ്വഹനം അത് മാത്രം പോരല്ലോ, കോമാളികളും വേണ്ടേ? ഉത്തരം കിട്ടിയല്ലോ. അപ്പോൾ അതെന്തോ ആകട്ടെ, ഇപ്പം ഏതായാലും അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു പുരുഷ കമ്മീഷനാണ്. അതൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണത്, അതിന് യാതൊരു സംശയവുമില്ല. അത് പറഞ്ഞത് രാഹുൽ ഈശ്വറിലെ വെച്ചിട്ട് നമുക്കിങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പുരുഷ കമ്മീഷൻ അത്യന്താപേക്ഷിതമാണ്. പിന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ്, അദ്ദേഹം അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് കേസ്. ഇതൊരു അസംബന്ധമാണ് വാസ്തവത്തിൽ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഹലോ എന്ന് പറയുന്ന തുടക്കമുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പെണ്ണിനെ അറിയില്ല. ഇവളാണ് ആദ്യമായിട്ട് ചുരണ്ടാൻ നിന്നത്. അവൻ നന്നായിട്ട് മാന്തി കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഈ ഹലോ പറച്ചൽ മുതൽക്ക് ഈ സംഭവമായത് മുതൽക്ക് ഇവളുടെ മോന്തായം എന്നും TV ചാനലിൽ വരുന്നുണ്ട്, എന്നും യൂട്യൂബിൽ കാണാനുണ്ട്, എല്ലാ മീഡിയയിലും കാണാനുണ്ട്. അവളതിൽ അർമാദിക്കുകയാണ് ചെയ്യുന്നത്. പബ്ലിക് ഡൊമൈനിൽ എപ്പോഴും ഉണ്ട്. മമ്മൂട്ടി മോഹൻലാൽ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ എല്ലാത്തിലും ഇവളുടെ മോന്തായാണ് വന്ന് കയറി കിടക്കുന്നത്. മമ്മൂട്ടിയെ മോഹൻലാലിന് വെല്ലുന്ന രീതിയിൽ ആണ് ഇപ്പോൾ അവളുടെ പോപ്പുലാരിറ്റി. ഇവൾ ഏത് വല്ലങ്ങി വേലയുടെ നടിയിൽ കൊണ്ടു നിർത്തിയാലും അയ്യോ ദേ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ, മാങ്കൂട്ടത്തിൻ്റെ പെണ്ണെന്നല്ല, മാങ്കൂട്ടത്തിനെ ചതിച്ച പെണ്ണും ആ ഐഡൻറ്റിറ്റിയോടുകൂടി അവിടെ എല്ലാവരും തിരിച്ചറിയും. ആയതുകൊണ്ട് തന്നെ സ്വന്തം ഐഡൻറ്റിറ്റി അതിജീവിതയാണെങ്കിൽ അതിജീവിത പോലും താൻ അതിജീവിത എന്ന് പറയാൻ പാടില്ലല്ലോ, അതല്ല എൻ്റെ മര്യാദ. അപ്പോൾ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ അവിടെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ രാഹുലിനെ ഈശ്വരനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? എല്ലാവർക്കും അറിയാവുന്നൊരു ഐഡൻറ്റിറ്റി ഉള്ള ഈ അറുവാണിച്ചി അത് ഇദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലോ മറ്റോ വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പുറകിൽ ചില തള്ളുകളുണ്ടെന്ന് സാരം ഇന്നും കണ്ടു, ചാനലിൽ ഇന്നും കണ്ടു. അതേസമയം നമുക്കൊരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ദിലീപ് കേസിലെ അതിജീവിത ആ കുട്ടി അതിജീവിതയ്ക്ക് വേണ്ടുന്ന നില കാത്തു സൂക്ഷിച്ചവളാണ്. അവളൊരിക്കലും തുള്ളിച്ചാടാൻ വന്നിട്ടില്ല. ഞാൻ അതിജീവിത എന്ന് പറഞ്ഞ് ആ പ്രശസ്തിയായിട്ട് അതിൽ അർമാദിക്കാനോ അഹങ്കരിക്കാനോ കുട്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് അക്കൈതവുമായിട്ടുള്ള സഹതാപം എല്ലാവർക്കും കാണിക്കാനാവും. ഇപ്പോൾ 8-ാം തീയതി വിധി വരികയാണ്, അതിൻ്റെ ഫൈനൽ വിധി വരികയാണ് ദിലീപിൻ്റെ കേസിൽ. അതുകൊണ്ട് എല്ലാവരും പലരും പറയും ദിലീപ് അകത്ത് പോകണം. ഞാൻ ഇവിടെ ചോദിച്ചു എന്തിനാ? ആ പാവം കുട്ടി, ഏത് കുട്ടി? അതിജീവിത. ആ പാവം കുട്ടി അറിയില്ല. പക്ഷെ ആ കുട്ടി പാവാന്നറിയാം. കാരണം എന്താ, അവൾ ഇത്തരം വേഷങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ആയതുകൊണ്ട് തന്നെ പക്ഷെ ആ കേസ് ശരിയായിട്ടൊരു പീഡനമായിരുന്നു. ആര് നടത്തിയെന്ന് എനിക്കറിയില്ല. അത് നടത്തിയ ആളുകൾ, ഒരു കൂട്ടം ആൾക്കാർ ദിലീപിൻ്റെ പുറകിലുണ്ടായിരുന്നു നോക്കിയാൽ പറയണം. നമുക്ക് പറയാനുള്ള അവകാശമില്ലല്ലോ, കോടതി പറയട്ടെ. പക്ഷെ അത് ശരിയായിട്ടുള്ള പീഡനമായിരുന്നു, വലിയ ബലാത്കാരമായിരുന്നു. ആയതുകൊണ്ട് തന്നെ ആ കുട്ടി ശരിയായിട്ടുള്ള അതിജീവിതയുമായിരുന്നു. കിടന്നു കൊടുത്തവളല്ല, ആടാതെ നിന്നു കൊടുത്ത സൂചിയല്ല നൂല് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ രാഹുലിൻ്റെ കേസിൽ ആ പെൺകുട്ടി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ആ പെൺകുട്ടി ഈ സംഭവത്തെ ഒരു അവസരമാക്കി മാറ്റുകയാണ്, സുവർണ അവസരമാക്കി മാറ്റുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിപ്പോൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കന്യാസ്ത്രീകൾ വരാ ഫ്രാങ്കോവിൻ്റെ കേസിൽ, അതും ഹണി ട്രാപ്പ് തന്നെയായിരുന്നല്ലോ.
ആയതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യത്തിൽ ഒരു ജൻസി മുന്നേറ്റം, യുവതലമുറയുടെ ഒരു മുന്നേറ്റം അത്യന്താപേക്ഷിതമാണ്. കുറേ കടൽക്കരവന്മാരാണ് കോൺഗ്രസിനകത്തുള്ളത്. അവർക്കൊരിക്കലും മേലോട്ട് ചിന്തിക്കാനുള്ള ശേഷിയില്ല. മേലോട്ട് ചിന്തിക്കാനുള്ളൊരു ജൻസി വിങ്ങും അവരുടെ കയ്യില്ല. അവർ വിട്ടുകൊടുക്കില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഷാഫി, രാഹുൽ ഈശ്വർ, ഇവരുടെ ഒരു അച്യുതണ്ട്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞേക്കാവുന്ന ഒരു ജൻസി മുന്നേറ്റം, അത് കണ്ടിട്ട് മുട്ടുകാലി ഇടിക്കുകയാണ് വി.ഡി. സതീശൻ്റെയും സുധാകരൻ്റെയും ആ കൂട്ടം ആളുകളുടെ. രമേശ് ചെന്നിത്തല അടക്കം ചാവുന്ന തര കെ പി ജി ജി ബാക്കി ആരും അടുപ്പിക്കില്ല. ഇത്തരണത്തിൽ ഞാനൊരു കാര്യം പറയുമ്പോൾ എന്നെ CPM പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അവിടെ ഒരു മേയറെ അപ്പോയിൻ്റ് ചെയ്തു നമ്മളുടെ തിരുവനന്തപുരത്ത്, 21 വയസ്സുള്ള പെൺകുട്ടി. ഞാനതിനെ കൈയടിച്ച് പാസ്സാക്കുകയാണ്. ആ കുട്ടിയുടെ ഭരണം എപ്രകാരമായിരുന്നു, ഭരണത്തിന് വീഴ്ചയുണ്ടായോ, ആ കുട്ടിക്ക് വിവേകപൂർണ്ണമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിഞ്ഞോ, മെച്യൂരിറ്റി ഉണ്ടായിരുന്നു, ഒന്നും പ്രശ്നമില്ല. പുതിയൊരു തലമുറയെ അവർ കയറ്റി കൊണ്ടുവരികയാണ്. പിണറായി വിജയന് ശേഷം അവിടെ പ്രളയം, ആ ഒരു ചിന്ത അവർക്കില്ല. അതുകൊണ്ട് അവർ വിജയിക്കുന്നു. അടുത്ത ഇലക്ഷനിൽ പച്ചയായിട്ട് ഞാൻ പറയുകയാണ്, അടുത്ത ഇലക്ഷനിലും പിണറായി വിജയൻ തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ, CPI തന്നെ, ഈ LDF തന്നെ ഇനിയും വരും. വേറെ ആര് വരാൻ? മറ്റോട്ട് അടിയും തല്ലുമല്ലേ, നാണം കെട്ട പരിപാടികളല്ലേ അവിടെ നടക്കുന്നത്. അവരല്ലേ വാസ്തവത്തിൽ ഇതിങ്ങനെ ചൊറിഞ്ഞ് തന്നെ കുഷ്ഠമാക്കി മാറ്റി ഇയാളുടെ കേസ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി കംപ്ലയിൻറ്റ് ചെയ്ത് പറയുമ്പോൾ ആദ്യം തന്നെ കിട്ടിയ ആൾ വി.ഡി. സതീശനോ അല്ലെങ്കിൽ സേഖ് സാറിനോ വേണം. ഏത് പെൺകുട്ടി ഇവിടെ പോടാവുന്നത് പറയണം. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞല്ലോ. അവിടെ അത്യാവശ്യം അവിടെയും പിടിച്ച് ചൊറിച്ചിലും വന്നുള്ള പല ആണുങ്ങളും അവിടെ അന്തസ്സായിട്ട് വികരിക്കുന്നുണ്ട്. അവിടെ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവരാണ് അവരുടെ കാല് വെട്ടി ഇപ്പോൾ ചോര വരുമ്പോൾ കുടിച്ചിട്ട് എന്ത് മതിരെന്ന് പറയും കോൺഗ്രസ്സുകാർ. ആയതുകൊണ്ട് തന്നെ ഈ ഷാഫി, രാഹുൽ മങ്കുട്ടത്തിൽ, അതുപോലെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ജൻസി പുതിയ തലമുറ, അതിൻ്റെ ഒരു അച്യുതണ്ട്, അത് അത്യന്താപേക്ഷിതമാണ് ഈ കാലഘട്ടത്തിൽ. കേസിൻ്റെ വഴിക്ക് പോകും, തേഞ്ഞു മാഞ്ഞു പോകും, അത്രേ ഉണ്ടാവുള്ളൂ. കാരണം സുപ്രീം കോടതി അവിടെ ചെല്ലുമ്പോൾ ചോദിക്കാനൊക്കെ ചോദ്യമാണ്, നിങ്ങൾ തമ്മിൽ രണ്ടുപേരും കൂടിയിട്ട് പരിപാടി ഒപ്പിച്ചതല്ലേ, ഉഭയസമ്മതം അല്ലേ, ഇത്രയും കാലം എന്തിനാണ് എവിടെയാണ് പൂത്തി വെച്ചത്, അങ്ങനെ ചോദിക്കില്ല. ഇത്രയും കാലം നിങ്ങൾ എന്താ ഇത് പറയാതിരുന്ന് കോടതിയോടൊക്കെ ചോദിക്കും. അവിടെ പൊട്ടും കേസ്, 7 നിലയ്ക്ക് അവിടെ കേസ് പൊട്ടും. പുതിയ തലമുറ തിരിച്ചു വരും. രാഹുൽ, ഷാഫിയുടെ എന്താ വേറൊരു പേര്, ഷാഫി എന്താ പറമ്പിലാ, രാഹുൽ ഷാഫി പറമ്പിൽ സുനാമി പോലെ അവർ തിരിച്ചു വരും. കുതിച്ചുയരുക തന്നെ ചെയ്യും, പൂർവാധികം ശക്തിയോടുകൂടിയിട്ട്. നമ്മുടെ എതിർകാലം, ഭാവി കാലം അതിന് സാക്ഷിയാകുക തന്നെ ചെയ്യും. നമസ്കാരം.